ഹലോ മക്കളെ, നമ്മുടെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്ന് പറയുന്നത്. 7 മാർക്കിന്റെ ചോദ്യമൊക്കെ ആയിട്ടാണ് നമുക്ക് സാധാരണ കഥാപാത്ര നിരൂപണം ചോദിക്കാറുള്ളത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഫിസയിനെ കുറിച്ചാണ്. ചിത്രകാരി എന്ന കഥയിലെ ഫിസയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അതിന്റെ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയായിരിക്കണം? ഒന്നാമത്തത്, സർഗാത്മക ജീവിതത്തെ മറ്റൊന്നിനു വേണ്ടിയും ത്യജിക്കാൻ തയ്യാറല്ലാത്ത മനോഭാവത്തോടൊപ്പം സ്വന്തം അഭിപ്രായം മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഫിസ. എങ്കിലും നിശബ്ദതയിലൂടെ പ്രതിരോധം തീർക്കാനും അവൾക്കറിയാം. അപ്പം ഫിസയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു ചുരുക്കരൂപമാണ് അത്. നമ്മൾ സന്ദർഭം വെച്ചിട്ട് വിശദീകരിച്ച് എഴുതണം. ആന്തരിക ലോകത്തെ വരകളിലൂടെയും വർണ്ണങ്ങളിലൂടെയും അവതരിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയാണ് ഫിസ ചെയ്യുന്നത്. അപ്പൊ ഫിസയുടെ സ്വഭാവ സവിശേഷതകൾ കൃത്യമായിട്ട് അതിൽ പ്രതിപാദിച്ചിരിക്കണം. അതുപോലെ തന്നെ അനുഗ്രഹീത കലാകാരി എന്നുള്ള സുഹൃത്തുക്കളുടെയും ആർട്ടിസ്റ്റ് മാധവൻ സാറിന്റെയും അഭിപ്രായം അവളിൽ കലാകാരിക്കുള്ള അംഗീകാരമാകുന്നുണ്ട്. ദൈവം തൊട്ട വിരൽ എന്നൊക്കെ അവളുടെ വിരലിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. നല്ല പ്രസിദ്ധനായിട്ടുള്ള ചിത്രകാരൻ ആർട്ടിസ്റ്റ് മാധവൻ അവളെ അനുഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അംഗീകരിക്കുന്നുണ്ട്. ആ കാര്യമൊക്കെ നമ്മൾ എഴുതണം, സന്ദർഭം വെച്ചിട്ട് നമ്മൾ എഴുതണം കേട്ടോ. ചിത്രകാരിയായ ഫിസയുടെ നിറങ്ങളുമായി ഉൾപ്രകൃതിയുമായി ബന്ധപ്പെട്ട് സ്വയം വിളിക്കുന്ന ഫിസ അഥവാ മൂടൽമഞ്ഞ് എന്ന പേര് അവളുടെ ആന്തരിക ഭാവത്തെയും സൗന്ദര്യബോധത്തെയും അടയാളപ്പെടുത്തുന്നു. അപ്പൊ ഫിസ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നമ്മൾ കൃത്യമായിട്ട് അതിൽ വ്യക്തമാക്കിയിരിക്കണം. കുടുംബിനി എന്ന നിലയ്ക്കുള്ള ചുമതലകൾ നിർവഹിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് അവള് കുടുംബിനി എന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത്, അതിൽ പ്രധാനമായിട്ട് ഉൾച്ചേർത്തിരിക്കണം. അതോടൊപ്പം തന്നെ ഫിസയോടുള്ള ഭർത്തൃവീട്ടുകാരുടെ സമീപനം തികച്ചും നിഷേധാത്മകമാണ്. അവരുടെ വീട്ടുകാരെ എങ്ങനെയൊക്കെയാണ് അവളെ കാണുന്നത്, അത്തരം കാര്യങ്ങളാണ് ഫിസയുടെ കഥാപാത്ര നിരൂപണത്തിൽ നമ്മൾ ഉൾച്ചേർത്തിരിക്കേണ്ടത്. ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ ആ കഥാപാത്രത്തിലെ സ്വഭാവ സവിശേഷതകള്, കഥയിലുള്ള അവളുടെ സ്ഥാനം, മറ്റു കഥാപാത്രങ്ങൾക്ക് ഉള്ള ബന്ധം എന്താണ്, അവരുടെ പെരുമാറ്റം ഇവളോട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് കഥാപാത്രത്തോടും മറ്റു കഥാപാത്രങ്ങൾ പെരുമാറുന്ന രീതി എന്തൊക്കെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഒരു കഥാപാത്ര നിരൂപണത്തിൽ ഉൾച്ചേർത്തിരിക്കണം. ഹലോ.